ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മളുടെ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടമാകുന്നൊരു വീഡിയോ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളിനി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് അളവിനകത്ത് നമ്മൾ ബട്ടറാണ് കേട്ടോ. നല്ല മെൽറ്റ് ചെയ്തെടുത്ത ബട്ടറാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന ബട്ടറാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് യൂസ് ചെയ്യരുതെന്നാണ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ നന്നായിട്ട് ഒന്നൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 കപ്പ് അളവിൽ നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തിട്ട് ഈ ഒരു ബട്ടറും തൈരും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി നല്ലൊരു ഫോമാക്കി എടുക്കണം. നിങ്ങൾക്കിനി ഈ തൈരിന് പകരമായിട്ട് 2 മുട്ടയോ അതല്ലെന്നുണ്ടെങ്കിൽ അതേ അളവിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തൈരും അതുപോലെ തന്നെ ബട്ടറും കൂടെ ചേർന്നിട്ട് നല്ല ഒരു ഫോം ആകുന്നത് വരെ ഒരു വിസ്കോ ഫോർക്കോ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 പ്രാവശ്യമായിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് നമ്മൾ നന്നായിട്ട് ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കണം. കുറച്ച് ക്ഷമയോടുകൂടി സാവധാനം നിന്ന് വേണം ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 പ്രാവശ്യമായിട്ടാണ് ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടും എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ല ഒരു ഫോമിലായി വന്നതിന് ശേഷം വേണം നമ്മളിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ബൗളിന് മുകളിലേക്ക് നമുക്കൊരു അരിപ്പ് വെച്ച് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് അളവിൽ നമ്മൾ മൈദ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗ്ലാസ്സിൽ എടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച്, അതായത് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കാവുന്നതാണ്. നിങ്ങൾ ഗ്ലാസ്സിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ എല്ലാ അളവുകളും ഗ്ലാസ്സിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകളില്ലാതെ, അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും സോഡയും എല്ലാം മൈദയിലേക്ക് ഈവനായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് അരിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നല്ലതുപോലെ ഇതിലേക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാവുന്നതാണ്. ഇതിലേക്കൊന്ന് മിക്സാക്കി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ആദ്യം ഒന്ന് കോട്ട് ചെയ്ത് പോവുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് സാവധാനം നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അതും നേരത്തെ പഞ്ചസാര ചേർത്തതുപോലെ തന്നെ ഒരു 2-3 തവണകളായിട്ട് ഒഴിച്ചിട്ട് വളരെ സാവധാനം വേണം മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല ഒരു ക്രീമി ടെക്സ്ചറിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി ഇത് നമ്മൾ ഒരുപാടിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു കോക്കനട്ട് എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. എല്ലാം ഒരേ ഡയറക്ഷനിലോട്ട് തന്നെ വേണം നമ്മളിത് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഏത് ട്രേയിലാണോ ഇത് എടുക്കുന്നത് ആ ഒരു ട്രേ എടുക്കുക. നമ്മളിപ്പം കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ഒരു 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി അതിലേക്ക് എല്ലാ ഭാഗത്തേക്കും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കൊരു ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പേപ്പർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് മൈദയൊന്ന് ഡസ്റ്റാക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് തട്ടിക്കളയുക. അതിന് ശേഷം നമുക്ക് ഈ കൂട്ടിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബേക്കിംഗ് പേപ്പറൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലം കേക്കും ഒക്കെ ചെയ്തെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി പോലെ തന്നെയാണ് ഈ ഒരു കേക്കിൻ്റെ കൺസിസ്റ്റൻസിയും വരുന്നത്. ഇനി ഒരു സ്റ്റാപ്പിൽ ഉപയോഗിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു തടിയുടെ ഒരു തവി ഉപയോഗിച്ചിട്ടോ എല്ലാം ഇത് എല്ലാ സൈഡിലേക്കും ഈവനായിട്ട് എത്തത്തക്ക രീതിയിൽ ഈ ഒരു ബാറ്റർ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് ഇതിലെന്തെങ്കിലും എയർ ബബിൾസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്കിതിന് പകരമായിട്ട് ഫ്രഷ് കോക്കനട്ട് വേണേലും യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഗ്യാസിലാണ് വെക്കുന്നതെങ്കിൽ 30 മുതൽ 40 മിനിറ്റ് സമയം വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ OTG അവനിലാണ് ചെയ്യുന്നത്. 180 ഡിഗ്രി സെൽഷ്യസ് ൽ നമ്മൾ ഒരു 10 മിനിറ്റ് സമയം പ്രീഹീറ്റ് ചെയ്ത ഓവനാണിത്. അതിലേക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഏകദേശം 30 മുതൽ 40 മിനിറ്റ് സമയം വരെ കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബേക്കിംഗ് മോഡിൽ ഓണാക്കിയിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പ് ആൻഡ് ഡൗൺ ഹീറ്റാണ് ഞാനിപ്പോൾ ആദ്യം വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് വെക്കുമ്പോഴത്തേക്കിനും ഇത് സെൻറ്ററിലേക്കാകത്തക്ക രീതിയിൽ തന്നെ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം എനിക്ക് ഈ കേക്ക് റെഡിയായി കിട്ടുമ്പോൾ 40 മിനിറ്റ് അടുത്ത സമയമായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ ഓവനൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് പുറത്തേക്ക് എടുക്കാം. നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്ത്, അപ്പം ലാസ്റ്റ് ടൈം ആയപ്പോൾ ഞാൻ മുകളിൽ മാത്രം അല്പം ഹീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേക്കിൻ്റെ മുകൾ ഭാഗം കുറച്ച് നല്ല ഗോൾഡൻ കളറിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഒന്ന് തണുക്കുന്നത് വരെ ഒന്ന് വെച്ച് കൊടുക്കാം. ട്രെയിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബേക്കിംഗ് ട്രെയിൽ ചൂടൊക്കെ ഒന്ന് പോകുന്നത് വരെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അതിൽ നിന്നൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള, എന്നാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ബേക്ക് ചെയ്യുന്ന സമയമല്ലാതെ കണ്ട് നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വളരെ കുറഞ്ഞ സമയം മതി. സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് നമ്മളിതിലേക്ക് യൂസ് ആക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഈ ഒരു റെസിപ്പി തീർച്ചയായും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കിനും ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. കാരണം എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പം അടുത്ത ഒരു നല്ല വീഡിയോയോ വ്ളോഗോ ഒക്കെ ആയിട്ട് ഉടൻ തന്നെ കാണാം. ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.